മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. മനു നെടുമ്പുരക്കൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിന്നെ ഡെയിലി ഇങ്ങോട്ടേക്കൊന്നും കാണാറില്ലല്ലോ, കാരണം മറ്റവൾ ഇവിടെ ഇല്ലല്ലോ, അവളെ കാണാനായിരുന്നല്ലോ നീ ആദ്യമൊക്കെ വന്നിരുന്നത്. ആ സമയത്ത് മനു പറയും, അല്ലാത്തവരെ എനിക്കിവിടെ കാണേണ്ട യാതൊരു ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുമില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അങ്കിളിനെ ഒന്ന് കാണാനാണ്, അതിന് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, മുന്നേ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മനു ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് വീട്, ആൻറ്റിക്ക് വീടൊക്കെ നല്ലതുപോലെ നടത്തിക്കൊണ്ടാൻ കഴിയുന്നുണ്ടോ? ആ സമയത്ത് വൈജയന്തി പറയും, ആ നശിച്ചവൾ ഈ വീട്ടിൽ നിന്നും പോയപ്പോൾ തന്നെ കുറേ സമാധാനമായി. ആ സമയത്ത് മനു പറയും, എന്തിനാ അവളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആവശ്യം, ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പോയത്, എന്നിട്ടും ആൻറ്റിക്ക് അവളെക്കുറിച്ച് ഒരു നല്ലത് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു മനസ്സാണ് ആൻറ്റിയുടേതെന്ന് ചോദിക്കുകയാണ് മനു. പിന്നീട് വൈജയന്തി പറയുന്നുണ്ട്, അവൾ ഈ വീട്ടിൽ നിന്നും പോയപ്പോൾ എടുക്കാനുള്ളതും വാങ്ങാനുള്ളതും എല്ലാം വാങ്ങിച്ചെടുത്തിട്ട് അവൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത്. അവൾ ഈ വീട്ടിൽ നിന്നും പോയപ്പോൾ 15 പവൻ്റെ സ്വർണവും അതുപോലെ 10,000 രൂപയുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം കൊണ്ടാണ് അവൾ പോയത്. അവൾക്ക് അതുമായി പോവേണ്ട എന്താവശ്യം ഉള്ളത്, ബാലചന്ദ്രൻ അത് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താ? ആ സമയത്ത് മനു പറയും, അത് അങ്കിളായതുകൊണ്ട് മാത്രം ആ സാധനങ്ങൾ അലീനക്ക് വാങ്ങിച്ചു കൊടുത്തു, വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ വൈജയന്തി ആൻറ്റി ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. നീ എന്താടാ അങ്ങനെ പറയുന്നത്, ഒന്ന് തെളിച്ച് പറയാം, അവിടെയും ഇവിടെയും തൊടാതെ പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കണം. ആ സമയത്ത് മനു പറയും, നിങ്ങൾക്ക് ഇത്രയായിട്ടും ഒന്നും സാധിച്ചില്ലല്ലോ, കൂടുതലൊന്നും അങ്കിളിനോട് കളിക്കാൻ നിൽക്കേണ്ട, ദോഷം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ കരുതുന്നുണ്ടാകും അലീന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി എന്ന്, പക്ഷെ ഒരിക്കലും അവൾക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ അവളെ അങ്ങ് ഇറക്കി വിടാനും പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഇങ്ങനെ മനുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയുക എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു പറയും, ആൻറ്റിയുടെ പാസ്റ്റ് എല്ലാം എനിക്കറിയാം എന്ന്. നിനക്ക് എന്ത് പാസ്റ്റ് അറിയാം? ആൻറ്റിയുടെ പാസ്റ്റ് അറിയാവുന്നത് കൊണ്ടല്ലേ വല്യച്ഛനും അച്ഛനും മുത്തശ്ശിയും എല്ലാം കൂടുതലൊന്നും എതിർക്കാതെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറയുന്നത് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാതെ വൈജയന്തി ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് മനു ചോദിക്കും, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ, നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാനില്ലേ? നിങ്ങൾ കൂടുതലൊന്നും അങ്കിളിനോട് എതിർക്കാൻ നിൽക്കണ്ട, അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട് എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി ഒന്നും മിണ്ടില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ മുഖത്ത് നോക്കി പറ, അവിടെയും ഇവിടെയും തൊടാതെ പറയുന്ന ആ സംസാരം ഉണ്ടല്ലോ, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു പറയും, ഞാൻ പറയുന്നില്ല, അത് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ മനസ്സിലാകും, ആ സമയത്ത് മറ്റുള്ളവരുടെ കാല് പിടിക്കുമ്പോഴേ നിങ്ങൾ നിങ്ങളുണ്ടല്ലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അതുപോലെ നിങ്ങൾ അലീനയെ കുറിച്ച് തള്ളിപ്പറയുകയും അവളെ മോശക്കാരിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നില്ലേ, അതെല്ലാം ഒരു ദിവസം മാറ്റി പറയേണ്ടി വരും. ആ സമയത്ത് വൈജയന്തി പറയും, അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല, ആ നശിച്ചവൾ ഈ വീട്ടിൽ നിന്ന് പോയത് തന്നെ എനിക്കൊരാശ്വാസമാണ്, പിന്നെയല്ലേ അവളെ ആലോചിച്ച് ഞാൻ കരയാൻ നിൽക്കുന്നത്, എനിക്കെന്താ അതിന് വല്ല ഇതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മനു പറയും, ഞാൻ പറഞ്ഞത് കുറിച്ചിട്ടോളി, നിങ്ങളൊരിക്കൽ കറിയും, അതും അലീനയ്ക്ക് വേണ്ടി തന്നെ എന്ന് പറയുകയാണ്. മനു പറയും, ഞാൻ ഇനി അങ്കിളിനെ പോയി ഒന്ന് കാണട്ടെ, ഇനി അങ്കിളിൻ്റെയും മാനസികാവസ്ഥ ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്നും പോകും. പിന്നീട് ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്, എന്തൊക്കെയാണ് മനു പറഞ്ഞത്, അവൻ എൻ്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ അവനക്ക് അറിയുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ വൈജയന്തി മുകളിലോട്ട് നോക്കുന്നുണ്ട്, എന്താ അലീനയും ഞാനും തമ്മിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.